റവന്യൂ വരുമാന ഇനത്തിൽ കിട്ടാനുള്ള പണം കൃത്യമായി പിരിച്ചാൽ തന്നെ സർക്കാരിന്റെ ധനസ്ഥിതി ഏറെ മെച്ചപ്പെടും. കാരണം 12,243.86 കോടിയാണ് ഈ ഇനത്തിൽ സർക്കാരിന് കിട്ടാനുള്ളത്. ഇതിൽ 50% വാണിജ്യ നികുതി കുടിശ്ശികകളാണ്. 6,160.64 കോടി. സ്വകാര്യ വ്യക്തികൾ, സ്വകാര്യ വ്യവസായ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവർ വരുത്തിവെച്ച കുടിശ്ശികയാണ് ഇതിൽ വലിയൊരു പങ്കും. ഏതാണ്ട് 3,523 കോടി രൂപ. ഇതിനു പുറമെ കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് 2,398 കോടി രൂപയുടെ നികുതി കുടിശ്ശിക കിട്ടാനുണ്ട്. കേരള സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും 230.8 കോടിയും എക്സൈസ് നികുതി ഇനത്തിൽ 225.89 കോടിയാണ് കിട്ടാനുള്ളത്. ഇതിനൊക്കെ പുറമെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളും വകുപ്പുകളും 6,000 കോടിയോളം രൂപയുടെ കുടിശ്ശികയാണ് നൽകാനുള്ളത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകയാണ് ഇതിൽ സിംഹഭാഗവും. 5,564.15 കോടി. ഇതിൽ കേരള സർക്കാരിന്റെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും പിരിഞ്ഞു കിട്ടാനുള്ളത് 5,533.57 കോടി. 25.89 കോടി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടാനുണ്ട്. മറ്റു വിഭാഗങ്ങളിൽ വനം വകുപ്പ് 255 കോടിയും ലോക്കൽ ഫണ്ട് ഓഡിറ്റ് 25.88 കോടിയും സർക്കാരിന് നൽകാനുണ്ട്. സർക്കാരിന്റെ റവന്യൂ പിരിവ് കാര്യക്ഷമമല്ല എന്നതിന്റെ തെളിവായിട്ടാണ് ഇത്രയും വലിയ കുടിശ്ശിക ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.